സൂര്യവെളിച്ചത്തിന് കടന്നെത്താനാകാത്ത ഇടത്ത് സ്ഥിതി ചെയ്യുന്ന നിഗൂഢമായ ഒരു നഗരം. കേൾക്കുമ്പോൾ ഏതോ ഫിക്ഷൻ സിനിമയുടെ പശ്ചാത്തലമാണെന്ന് തോന്നുമെങ്കിലും കാര്യം അതല്ല. നമ്മുടെ ഭൂമിയിൽ മനുഷ്യന് അങ്ങനെയൊന്നും കടന്നെത്താനാകാത്ത ആഴത്തിൽ സമുദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതത്തിന് സമീപമാണ് ശാസ്ത്രജ്ഞർ ലോസ്റ്റ് സിറ്റി അഥവാ നഷ്ടപ്പെട്ട നഗരം എന്ന പേര് നൽകിയിരിക്കുന്ന ഏറെ പ്രത്യേകതകളുള്ള ഈ പ്രദേശം. ഉപരിതലത്തിൽ നിന്ന് 700 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം 25 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു. നഗരമെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിലും ഇത് മനുഷ്യർ ജീവിച്ചിരുന്ന നഗരമല്ല. നാം ജീവിക്കുന്ന നഗരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ അനേകം ഗോപുരാകൃതിയിലുള്ള ഘടനകൾ അടുക്കടുക്കായി നിലകൊള്ളുന്നതുകൊണ്ടാണ് ഗവേഷകർ ഇങ്ങനെ ഒരു പേര് നൽകിയത്. സമുദ്രത്തിനുള്ളിലെ രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ധാതുക്കളാണ് വെളുത്ത നിറത്തിൽ ഗോപുരാകൃതിയിൽ കാണപ്പെടുക. 60 മീറ്റർ ഉയരമുള്ള ഗോപുരങ്ങൾ പോലും ഇവിടെയുണ്ട്. മറ്റു സമുദ്രഭാഗങ്ങളിൽ നിന്ന് ഈ പ്രദേശത്തെ വ്യത്യസ്തമാക്കുന്നത് ജീവന്റെ സാന്നിധ്യമാണ്. സൂര്യപ്രകാശം തീരെ ലഭിക്കാത്തിടമായിട്ട് പോലും സൂക്ഷ്മജീവികളാൽ സമ്പന്നമാണ് ഈ സ്ഥലം. സമുദ്രജലത്തിലെ രാസപദാർത്ഥങ്ങൾ ഭക്ഷിച്ചാണ് സൂക്ഷ്മജീവികൾ കഴിയുന്നത്. സാധാരണഗതിയിൽ സമുദ്രാന്തര ഭാഗങ്ങളിൽ ഇത്തരം ജീവികളുടെ സാന്നിധ്യമുള്ളത് സമുദ്രത്തിലെ അഗ്നിപർവ്വതങ്ങൾക്ക് സമീപമായിരിക്കും. എന്നാൽ ലോസ്റ്റ് സിറ്റിയിൽ കടൽത്തട്ടിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ മൂലമാണ് ചൂട് ലഭിക്കുക. ജീവൻ നിലനിർത്താൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കരുതപ്പെട്ട ഒരു മേഖല സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയാണെന്ന് കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് തന്നെ അത്ഭുതമായിരുന്നു. ഒരുപക്ഷെ ഭൂമിയിലെ ജീവന്റെ ആരംഭം പോലും ഇത്തരം ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ നിന്നാകാമെന്ന് ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു. മത്സ്യങ്ങളോ നീരാളികളോ പോലെ സാധാരണ കണ്ടുവരുന്ന സമുദ്രജീവികളൊന്നും ഈ പ്രദേശത്തില്ല. ബാക്ടീരിയകളും ഭൂമിയിൽ മറ്റൊരിടത്തും കണ്ടെത്താൻ സാധ്യതയില്ലാത്ത വിചിത്ര സൂക്ഷ്മജീവികളുമാണ് ഇവിടെയുള്ളത്. 100,000-ൽ പരം വർഷങ്ങളായി ലോസ്റ്റ് സിറ്റി നിലനിൽക്കുന്നുണ്ടാകാമെന്നതാണ് അമ്പരപ്പിക്കുന്ന മറ്റൊരു വസ്തുത. ധാതുക്കളുടെയും ചൂടിൻ്റെയും സാന്നിധ്യം മൂലം ഗോപുരങ്ങൾ ഇരുട്ടിൽ നേർത്ത രീതിയിൽ പ്രകാശിക്കുന്നതായി റോബോട്ടിക് ക്യാമറയുടെ സഹായത്തോടെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. കാഴ്ചയ്ക്ക് അങ്ങേയറ്റം കൗതുകകരമാണെങ്കിലും ലോസ്റ്റ് സിറ്റി ഹൈഡ്രോതെർമൽ ഫീൽഡിൽ നിന്ന് സൾഫർ, മീഥേൻ, ഹൈഡ്രജൻ എന്നീ വാതകങ്ങൾ പുറത്തു വരുന്നത് മൂലം രൂക്ഷമായ ദുർഗന്ധം നിറയ്ക്കുന്നുണ്ട്. ഭൂമിയിൽ മറ്റൊരിടത്തും കാണാനാകാത്ത അത്ര പ്രത്യേകതകളുള്ള ഈ ആവാസ വ്യവസ്ഥ ഏറെ കരുതലോടെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ഗവേഷകർ പറയുന്നു.